ഹായ് ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് ജേണൽ ചെയ്യാമെന്ന് പഠിച്ചു. അക്കൗണ്ടിങ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ജേണൽ. അപ്പോൾ നമ്മളൊരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഫസ്റ്റ് ടൈം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലാണ്. അത് ക്രോണോളജിക്കൽ ഓർഡർ, ഡേറ്റ് വൈസിൽ നമ്മൾ അങ്ങനെ ഇട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിൽ നമ്മളെല്ലാം എഴുതും. ക്യാഷ് വന്നത്, സാധനങ്ങൾ പർച്ചേസ് ചെയ്തത്, മെഷീനറി പർച്ചേസ് ചെയ്തത്, റെൻറ്റ് കൊടുത്തത്, കമ്മീഷൻ റിസീവ്ഡ്, അങ്ങനെ ഒരു ബിസിനസ്സിൽ എന്തെല്ലാം ട്രാൻസാക്ഷൻസ് നടക്കുന്നു എല്ലാം നമ്മൾ ഡേറ്റ് വൈസിൽ എഴുതി പോകുന്നു. പക്ഷെ നമുക്കതൊന്ന് നമുക്ക് ഓരോ കാര്യങ്ങളും, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ്, ടോട്ടൽ എത്ര ക്യാഷ് വന്നു, ടോട്ടൽ എത്ര ക്യാഷ് ചിലവായി എന്ന് ചോദിച്ചാൽ നമുക്ക് ജേണലിൽ നിന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. അതുപോലെ ടോട്ടൽ എത്ര പർച്ചേസ് ഉണ്ടായി, ടോട്ടൽ എത്ര സെയിൽസ് നടന്നു, ടോട്ടൽ എത്ര രൂപയുടെ മെഷീനറി വാങ്ങിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കണക്കൊക്കെ നമുക്ക് കൃത്യമായിട്ട് കിട്ടാൻ ജേണലിന് ശേഷം നമ്മൾ തയ്യാറാക്കുന്നതാണ് ലെഡ്ജർ. അപ്പോൾ എന്താണ് ലെഡ്ജർ നമുക്ക് നോക്കാം. ലെഡ്ജർ ഈസ് കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ്. കുറേ അക്കൗണ്ടുകൾ കൂടി ചേർന്ന ഒരു കളക്ഷനാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. ലെഡ്ജർ ഈസ് ഓൾസോ നോൺ ആസ് പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ട്. ലെഡ്ജറിനെ പറയുന്ന മറ്റൊരു പേരാണ് പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ട്. ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നാച്ചർ ആർ ഗ്രൂപ്പ്ഡ് ഇൻ ദ ഫോം ഓഫ് ആൻ അക്കൗണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരുപോലെയുള്ള ട്രാൻസാക്ഷൻസ്, ഇപ്പോൾ ക്യാഷ് എല്ലാം ഒരുപോലെയുള്ളതാണ്. അപ്പോൾ ക്യാഷിനെ എല്ലാം കൂടി ഒരു ഗ്രൂപ്പ് ആക്കുന്നു, എന്നിട്ട് അതൊരു അക്കൗണ്ട് ആക്കുന്നു. അതുപോലെ എല്ലാ പർച്ചേസും ഒരു ഗ്രൂപ്പ് ആക്കുന്നു. അതുപോലെ സിമിലർ നാച്ചർ, ഒരുപോലെയുള്ള എല്ലാം, ഇപ്പോൾ റെൻറ്റ് കൊടുത്തത് എല്ലാ റെൻറ്റും ഒരു ഗ്രൂപ്പ് ആക്കുന്നു. സാലറി കൊടുത്തതെല്ലാം ഒരു ഗ്രൂപ്പ് ആക്കുന്നു. അങ്ങനെ സിമിലർ നാച്ചർ, ഒരുപോലെയുള്ളതിനെ ഒരു അക്കൗണ്ട് ഓരോ ഗ്രൂപ്പ് ആക്കുന്നു. അതിനെയാണ് അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. ഈ അക്കൗണ്ടുകൾ കൂടി ചേർന്നതാണ് ലെഡ്ജർ. സോ ട്രാൻസാക്ഷൻസ് ഓഫ് സിമിലർ നാച്ചർ, ഒരുപോലെയുള്ള സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസിനെ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് ആക്കുന്നു. അത് ഫോം ചെയ്തിട്ടാണ് അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നത്. അക്കൗണ്ടുകളുടെ കളക്ഷനാണ് എന്ത്, ലെഡ്ജർ. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ബുക്സ് ഓഫ് ഫൈനൽ എൻട്രി ഓർ ദി ബുക്സ് ഓഫ് സെക്കൻഡറി എൻട്രി. അതുകൊണ്ട് തന്നെ ലെഡ്ജറിൻ്റെ മറ്റൊരു പേരാണ് ബുക്സ് ഓഫ് ഫൈനൽ എൻട്രി അല്ലെങ്കിൽ ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി. ഫസ്റ്റ് എൻട്രി ഏതാ, ജേണലാണ്. ആദ്യമായിട്ട് എഴുതുന്നത് ജേണലിലാണ്, അതിനുശേഷം രണ്ടാമതാണ് ലെഡ്ജറിലേക്ക് എഴുതുന്നത്. അതുകൊണ്ട് ഇതിനെ ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി അല്ലെങ്കിൽ ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി എന്ന് പറയുന്നു. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എൻട്രീസ് ഫ്രം ജേണൽ ടു ലെഡ്ജർ ഈസ് കാൾഡ് പോസ്റ്റിംഗ്. ഈ ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക്, ഇപ്പോൾ ജേണലിൽ നമ്മൾ എഴുതുന്നതിന് എന്താ പറയുക, ജേണലൈസിങ്. അതുപോലെ ജേണലിൽ നോക്കിയിട്ട് ലെഡ്ജറിലേക്ക് എഴുതുക. അങ്ങനെ ജേണൽ നോക്കിയിട്ട് ലെഡ്ജറിലേക്ക് എഴുതുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ്. എന്തൊക്കെയാണ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ? ലെഡ്ജർ എന്ന് പറഞ്ഞാൽ സിമിലർ നാച്ചറിലുള്ള ട്രാൻസാക്ഷൻസിനെ എല്ലാം ഒരു ഗ്രൂപ്പാക്കി അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നു. ആ അക്കൗണ്ടുകളുടെ കളക്ഷനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. അതുപോലെ ലെഡ്ജറിൻ്റെ മറ്റൊരു പേരാണ് പ്രിൻസിപ്പൽ ബുക്ക് ഓഫ് അക്കൗണ്ട്. അതുപോലെ മറ്റൊരു പേരാണ് ബുക്ക് ഓഫ് ഫൈനൽ എൻട്രി, അതുപോലെ ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി. ജേണൽ നോക്കിയിട്ട് ലെഡ്ജറിലേക്ക് എഴുതുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പോസ്റ്റിംഗ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലെഡ്ജർ ചെയ്യുക, ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ഇതാണ് ലെഡ്ജറിൻ്റെ ഫോർമാറ്റ്. ലെഡ്ജറിന് രണ്ട് സൈഡ് ഉണ്ടായിരിക്കും, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഈ ഡെബിറ്റ് സൈഡിൻ്റെ അതുപോലെ തന്നെയാണ് ക്രെഡിറ്റ് സൈഡും. എന്തൊക്കെയാണ് ഡെബിറ്റ് സൈഡിലുള്ളത് നോക്കാം. ഫസ്റ്റ് കോളം ഡേറ്റ് എഴുതുക, സെക്കൻഡ് കോളം എന്താണ് എന്നുള്ളത് പർട്ടിക്കുലേഴ്സ് എഴുതുക, നെക്സ്റ്റ് കോളം ജേണൽ ഫോളിയോ. നമ്മൾ ആ ട്രാൻസാക്ഷൻ ജേണലിന് ആ പേജിനൊരു നമ്പർ ഉണ്ടായിരിക്കും. ബിസിനസ്സൊക്കെ ആണെങ്കിൽ ആ ബിസിനസ്സിൽ ആ ജേണൽ എഴുതുന്ന പേജിനൊരു നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പറാണ് ഇവിടെ എഴുതേണ്ടത്. എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ എഴുതുന്ന ഒരു കാര്യം എന്തെങ്കിലും സംശയം വരുമ്പോൾ ചെക്ക് ചെയ്യണമെങ്കിൽ ജേണൽ നോക്കിയിട്ടാണ് ലെഡ്ജർ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഈ ലെഡ്ജറിൽ എഴുതിയൊരു കാര്യത്തിൽ സംശയം വരികയാണെങ്കിൽ ഈ നമ്പർ നോക്കിയാൽ നമുക്ക് ജേണൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനും ക്രോസ് വെരിഫിക്കേഷൻ നടത്താനും പറ്റും. പരസ്പരം ഒന്ന് എന്ത് ചെയ്യാം, അതിലെഴുതിയത് തന്നെയാണോ ഇതിൽ എന്നുള്ളതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ അതിനാണ് ജേണൽ ഫോളിയോ എഴുതുന്നത്. ദെൻ എമൗണ്ട്, സെയിം കാര്യങ്ങളാണ് ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ടത്. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം ഫോർമാറ്റ്. ഫസ്റ്റ് രണ്ട് സൈഡുണ്ട്, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ഡെബിറ്റ് സൈഡിൽ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. ക്രെഡിറ്റ് സൈഡിൽ അഗെയിൻ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. ഇനി ഒരു 5 ട്രാൻസാക്ഷൻ അതിൻ്റെ പോസ്റ്റിംഗ് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാം. ജേണൽ നിങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ വരച്ച് ജേണൽ എഴുതുക, കോളം വരച്ച് ജേണലിൻ്റെ ഫോർമാറ്റിൽ എഴുതുക. ദെൻ അത് നോക്കിയിട്ട് നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇവിടെ ഓരോന്ന് ഞാൻ പോസ്റ്റിംഗ് കാണിക്കാൻ വേണ്ടി സെപ്പറേറ്റ് എഴുതുന്നുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ പോസ്റ്റിംഗ് നമുക്ക് എങ്ങനെ നോക്കാം? ഒരു ട്രാൻസാക്ഷൻ എടുക്കുകയാണ്. ജേർണലൈസിങ് ഞാൻ ഇങ്ങനെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നിങ്ങളത് ഒന്നിച്ച് ജേർണൽ എൻട്രി ആയിട്ട് തന്നെ എഴുതാൻ നോക്കുക. ട്രാൻസാക്ഷൻ 1 സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹20,000. ഇതിൻ്റെ ജേർണൽ നമുക്കറിയാം എന്തായിരുന്നു? ബിസിനസ് തുടങ്ങാൻ ക്യാഷ് കൊണ്ടുവന്ന ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നു, ഡെബിറ്റ്. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ്. അപ്പോൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതെങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞുതരാം. പോസ്റ്റ് ചെയ്യുന്നത് എന്താണ്? 2 അക്കൗണ്ടുകളാണ് ഇവിടെ വന്നത്. ഏതൊക്കെ അക്കൗണ്ടുകളാണ് വന്നത്? ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ 2 അക്കൗണ്ട് ഉണ്ടാക്കണം നമ്മൾ. ക്യാഷ് അക്കൗണ്ട് ഉണ്ടാക്കണം, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കണം. എന്നിട്ട് ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എന്തെഴുതണം? ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും എഴുതുക. ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തെഴുതുക? ക്യാഷ് അക്കൗണ്ട് എന്നും എഴുതുക. അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇതെങ്ങനെ പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം ഏത് അക്കൗണ്ട് ഉണ്ടാക്കാം? ക്യാഷ് അക്കൗണ്ട് ഉണ്ടാക്കാം. ഫസ്റ്റ് ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ എന്തെഴുതണം? ക്യാപിറ്റൽ ആണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ടു എന്ന് വരുന്നതൊക്കെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. അപ്പോൾ ടു ക്യാപിറ്റൽ. ക്ലിയർ? ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്തെഴുതണം? ക്യാഷ് എന്ന് എഴുതണം. അത് ഏത് സൈഡിൽ? ഈ സൈഡിലാണ് വരിക. നമുക്ക് നോക്കാം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ്. അപ്പോൾ ഈ സൈഡ് 2 എന്നും പറയും, ഈ സൈഡ് ബൈ എന്നും പറയും. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ക്യാഷ്. അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ആക്കിയിട്ട് അങ്ങനെ എഴുതി പോകാനേ ഉള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ്ഡ് ഫർണിച്ചർ ₹5,000. ഫർണിച്ചർ വാങ്ങിച്ചു. അപ്പോൾ എന്താ എൻട്രി എങ്ങനെയാണ്? ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വന്നു, ഡെബിറ്റ് ചെയ്യുക, ക്യാഷ് പോയി, ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ഫർണിച്ചർ അക്കൗണ്ടിൽ എന്തെഴുതണം? ടു ക്യാഷ് എന്നും എഴുതണം. ക്യാഷ് അക്കൗണ്ടിൽ ബൈ ഫർണിച്ചർ എന്നും എഴുതണം. അപ്പോൾ എന്താണ് ഫർണിച്ചർ അക്കൗണ്ടിൽ എഴുതേണ്ടത്? ടു ക്യാഷ്. ക്യാഷ് അക്കൗണ്ടിൽ ബൈ ഫർണിച്ചറും. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ബൈ ഫർണിച്ചർ 5,000. അതുപോലെ ഫർണിച്ചർ അക്കൗണ്ടിൽ ക്യാഷ് ആണ് എഴുതേണ്ടത്. ഇതാണ് 2 സൈഡ്. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ക്യാഷ് അക്കൗണ്ടിൽ എന്താ എഴുതേണ്ടത്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ പ്രത്യേകം ശ്രദ്ധിക്കുക, ബൈ വരുന്നത് ഇവിടെ. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്. അപ്പോൾ ഇവിടെ ബൈ ആണ് വരുന്നത്, ഫർണിച്ചർ. 2 വരുന്നതാണ് ഈ സൈഡ് വരിക. അപ്പോൾ നമ്മൾ ഫർണിച്ചർ അക്കൗണ്ടിൽ ടു ക്യാഷ് എന്നും എഴുതുന്നു. ഇനി മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ്ഡ് മെഷീനറി. മെഷീനറി വാങ്ങിച്ചു ₹3,000. എന്താ എൻട്രി? മെഷീനറി വന്നു, ക്യാഷ് പോയി. അപ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇതിൽ എഴുതുമ്പോൾ എങ്ങനെ ഏത് അക്കൗണ്ട് ഉണ്ടാക്കണം? മെഷീനറി അക്കൗണ്ട് ഉണ്ടാക്കണം. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി, ഇനി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എല്ലാ അക്കൗണ്ടും ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ മതി, പിന്നെ അതിൽ തന്നെ എഴുതി പോവുകയാണ് ചെയ്യുക. മെഷീനറി നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല അക്കൗണ്ട്, അതുകൊണ്ട് മെഷീനറി അക്കൗണ്ട് ഉണ്ടാക്കുക. മെഷീനറി അക്കൗണ്ടിൽ എന്തെഴുതുക? ടു ക്യാഷ്. ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ ഏത് സൈഡ്? ഡെബിറ്റ് സൈഡിൽ. അപ്പം മെഷീനറി അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്ന് എഴുതുക. ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എന്ത് എഴുതുക? മെഷീനറി എന്നും എഴുതുക, ബൈ മെഷീനറി. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ മെഷീനറി, അതുപോലെ മെഷീനറി അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് എന്നും എഴുതുക. ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. നാലാമത്തെ ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹2,000. 2,000 രൂപയ്ക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്തു. എന്താ എൻട്രി? എപ്പോഴും ശ്രദ്ധിക്കുക, പർച്ചേസ്ഡ് ഗുഡ്സ് പറയുമ്പോൾ ഗുഡ്സ് അക്കൗണ്ട് ഒന്നും എഴുതരുത്. പർച്ചേസ് എന്ന് പറയുന്നത് ചിലവാണ് ബിസിനസ്സിൻ്റെ ഡെയിലി ആവശ്യങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ പർച്ചേസ് തന്നെയാണ്. നമ്മൾ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് കണ്ടാൽ പർച്ചേസ് മാത്രമേ ഡെബിറ്റ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഒരു വാക്ക് തെറ്റുന്നത് കൊണ്ട് തന്നെ ജേണൽ മൊത്തം തെറ്റും, പിന്നെ ലെഡ്ജർ തെറ്റും, പിന്നെ അങ്ങോട്ട് മുഴുവൻ തെറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജേണൽ വളരെ കറക്റ്റായി ചെയ്താൽ മാത്രമേ ബാക്കിയുള്ളത് ശരിയാവുള്ളൂ. അപ്പോൾ പർച്ചേസ് എന്നാണ് പർച്ചേസ് ഗുഡ്സ് എന്ന് വന്നാൽ എഴുതേണ്ടത്. പിന്നെ ക്യാഷ് ആണ് പോകുന്നത്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. എങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ടത്? ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ വീണ്ടും ഉണ്ടാക്കണ്ട, അതിൽ തന്നെ പോസ്റ്റ് ചെയ്താൽ മതി. പർച്ചേസ് അക്കൗണ്ട് ഉണ്ടാക്കണം. പർച്ചേസ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ടു ക്യാഷ്. ടു ക്യാഷ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് എന്ന് എഴുതുക. പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് എന്ന് എഴുതുക. അതുപോലെ ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ പർച്ചേസ് എന്നും എഴുതുക. ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ്, ഇതാണ് ക്രെഡിറ്റ് സൈഡ്, അവിടെ പർച്ചേസ് എന്ന് എഴുതുക. അതുപോലെ പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് എന്നും എഴുതുക. ഇനി അടുത്തത് നമുക്ക് ലാസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. പെയ്ഡ് സാലറി കൊടുത്തു.
അപ്പോൾ എന്താണ് എൻട്രി? സാലറി എക്സ്പെൻസ് ആണ്. എക്സ്പെൻസുകൾ എപ്പോഴും ഡെബിറ്റ്. അതുപോലെ എന്താണ് പോകുന്നത്? തെറ്റിക്കരുത്. എപ്പോഴും നിങ്ങൾ ഈ സാലറി കൊടുത്തു എന്ന് പറയുമ്പോൾ ക്യാഷ് പോവുകയാണ്. എപ്പോഴും നോക്കിയാൽ മതി. ക്യാഷ് വരികയാണെങ്കിൽ ഡെബിറ്റ്, ക്യാഷ് പോവുകയാണെങ്കിൽ ക്രെഡിറ്റ്. ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻ നിങ്ങൾ എപ്പോഴും അത് ആലോചിച്ചാൽ മതി. ക്യാഷ് വരികയാണെങ്കിൽ ഡെബിറ്റ്, ക്യാഷ് പോവുകയാണെങ്കിൽ ക്രെഡിറ്റ്, മറ്റത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആവും എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഏത് അക്കൗണ്ട് ഉണ്ടാക്കണം? സാലറി അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ സാലറി അക്കൗണ്ട് ഉണ്ടാക്കണം. ക്യാഷ് അക്കൗണ്ട് ഓൾറെഡി ഉണ്ട്, അപ്പോൾ ഉണ്ടാക്കണ്ട. ഇനി സാലറി അക്കൗണ്ടിൽ എന്ത് പോസ്റ്റ് ചെയ്യണം? ടു ക്യാഷ്. ഡെബിറ്റ് സൈഡിൽ ടു ക്യാഷ് എന്ന് എഴുതണം. അതുപോലെ ക്യാഷ് അക്കൗണ്ടിൽ എന്ത് എഴുതണം? ബൈ സാലറി, ക്രെഡിറ്റ് സൈഡിൽ. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ സാലറി, അതുപോലെ തന്നെ നമ്മുടെ സാലറി അക്കൗണ്ടിൽ ടു ക്യാഷ് എന്നും എഴുതണം. ഇനി ഇത് നോക്കാം നമുക്ക്. ഇത് നോക്കിയാൽ മനസ്സിലാവും ക്യാഷ്. ഇപ്പോൾ ഈ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ക്യാഷിനെ കുറിച്ചുള്ള ഓവറോൾ ഐഡിയ കിട്ടും. ഇനി ഇതിൻ്റെ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്, ഇതിൻ്റെ ബാലൻസിങ്. അത് അടുത്ത ദിവസം പറഞ്ഞുതരാം. ഇനി നിങ്ങൾ പോസ്റ്റിംഗ് എങ്ങനെയാണെന്ന് നന്നായിട്ട് പഠിക്കുക. അടുത്ത ദിവസം ഇതിൻ്റെ ബാലൻസിങ് പറഞ്ഞുതരാം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഡെബിറ്റ് സൈഡിൽ ബിസിനസ്സിലേക്ക് വന്ന ക്യാഷും ക്രെഡിറ്റ് സൈഡിൽ ബിസിനസ്സിൽ നിന്നും ചിലവായ ക്യാഷുമാണ് കാണുക. അതായത് ബിസിനസ്സിലേക്ക് ഏകദേശം 2 lakh rupees ഒരാൾ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നു. ആ ക്യാഷ് അതിൽ ചിലവായത് ഫർണിച്ചർ വാങ്ങിച്ചു, മെഷീനറി വാങ്ങിച്ചു, സാധനങ്ങൾ പർച്ചേസ് ചെയ്തു, സാലറി കൊടുത്തു. അപ്പോൾ ഇതൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ബാലൻസ് ചെയ്താൽ ബാക്കി എത്രയുണ്ടെന്ന്. ഇപ്പോൾ 2 lakh 5,000, 3,000, ഇത് നമുക്ക് അതായത് 11,000 ഉണ്ട്. ഈ 11,000 മൈനസ് ചെയ്താൽ നമുക്കറിയാം ബാക്കി അവിടെ ബിസിനസ്സിൽ എത്ര ക്യാഷ് ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഒരുപോലെയുള്ളത് ഗ്രൂപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് കാര്യങ്ങൾ ക്യാഷ് ബാക്കി എത്രയുണ്ട് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ക്യാപിറ്റൽ ആകെ വന്നത് ക്യാഷായിട്ട് 2 lakh rupees ആണ്. ഫർണിച്ചർ വാങ്ങിച്ചത് ക്യാഷ് കൊടുത്തിട്ട് 5,000 rupeesനാണ്. മെഷീനറി ക്യാഷ് കൊടുത്ത് 3,000 rupeesനാണ് വാങ്ങിച്ചത്. ഇനിയും മെഷീനറീസ് ഉണ്ടെങ്കിൽ അതും വരും. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളുടെയും ഡീറ്റെയിൽ ഇത് ഓവറോൾ ആയിട്ടുള്ളൊരു ഐഡിയ നമുക്ക് ലെഡ്ജറിലൂടെ നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഇങ്ങനെയാണ് പോസ്റ്റിങ്. അപ്പം ഇന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എങ്ങനെ ജേർണലിൽ നിന്നും ലെഡ്ജറിലേക്ക് പോസ്റ്റിംഗ് ചെയ്യാം എന്നാണെന്ന് പഠിച്ചത്. അടുത്ത സ്റ്റെപ്പ് നമുക്കിതെങ്ങനെ ബാലൻസിങ് ചെയ്യാം എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ലെഡ്ജർ എന്ന് പറയുന്നത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിത് നന്നായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് അടുത്ത ദിവസം നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. അപ്പോൾ നന്നായിട്ട് ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.